പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനങ്ങൾ 91:14 ഇപ്രകാരം പറയുന്നു: അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. പ്രിയ സഹോദരങ്ങളെ, ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ വേദനകളും സങ്കടങ്ങളും അവിടുത്തേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ദുഃഖങ്ങളിലേക്ക് അവിടുന്ന് നമ്മെ സഹായിപ്പാനായി ഇറങ്ങി വരും. ഈശോയോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നമ്മുടെ വേദനകളിൽ അവിടുന്ന് അഭയമായി കൂടെ നിൽക്കും. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ മക്കളായ ഞങ്ങൾ നിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ. അമ്മ മാതാവിൻ്റെ കൈ പിടിച്ച് അങ്ങയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. ഈശോനാഥ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ അങ്ങ് പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ എല്ലാം ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഓരോ മക്കളും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, അതിവേഗം അവരാഗ്രഹിക്കുന്ന ആ തൊഴിൽ സ്ഥാനത്തെത്തുവാൻ അമ്മ അവർക്ക് വഴിവാതിലുകൾ തെളിച്ചു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹൃദയവേദനയാലും നൊമ്പരങ്ങളാലും ഭാരപ്പെട്ട് അമ്മയിൽ അഭയം പ്രാപിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും അമ്മ നിരാശപ്പെടുത്തരുതേ. അവരുടെ ജീവിതങ്ങളിൽ ആശ്രയവും അഭയവുമായി അമ്മ കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ. രോഗക്കിടക്കയിലായിപ്പോയവർക്ക് ആശ്രയമായി അമ്മ കടന്നു ചെല്ലണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിൽ കണ്ണീരോടെ ജീവിച്ച് അമ്മയുടെ സന്നിധിയിൽ അഭയം പ്രാപിച്ചെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണയ്ക്കണമേ. ശക്തമായി ആ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് ആശ്രയമായി കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുടുംബജീവിതങ്ങളിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. ഈശോനാഥ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. അമ്മേ മാതാവേ, അവരുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലും ജോലി മേഖലകളിലും എല്ലാം അമ്മ അവർക്ക് കാവൽ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഓരോ മക്കളെയും കാത്തു പരിപാലിക്കണമേ. ഓരോ മക്കളും ആയിരിക്കുന്ന മേഖലകളിൽ അമ്മ മുദ്രയിട്ട് സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ അമ്മ ചൊരിയണമേ. ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റുമായി രക്ഷയുടെ വലയം തീർക്കണമേ. എല്ലാവിധ പൈശാചിക ശക്തികളെയും ബന്ധിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സഖിയോൻ മാളികയിൽ ഭയന്ന് വിറച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചതുപോലെ ഞങ്ങളിലേക്കും
പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതപാതയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും കടന്നു ചെല്ലണമേ. കുടുംബ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാവരുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാവരെയും ദൈവമക്കളാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ ലോകമോഹ സുഖങ്ങളിൽ അകപ്പെട്ട് ദൈവവിശ്വാസമില്ലാതെ ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ. ദൈവവിശ്വാസത്തിൽ നടത്തണമേ. അമ്മേ മാതാവേ, സ്വർഗത്തിലേക്കുള്ള വഴി അമ്മയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മയെ പിന്തുടർന്ന് ഈശോ ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും അങ്ങേക്കു വേണ്ടി വേല ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും അനേകം മക്കളിൽ ദൈവവചനം എത്തിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എൻ്റെ ദൈവം നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ ആഗ്രഹങ്ങളിലേക്ക് കടന്നു വരണമേ. തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുക്കണമേ. കുടുംബ സമാധാനമില്ലാതെ ജീവിക്കുന്നവരിലേക്ക് സമാധാനമായി കടന്നു ചെല്ലണമേ. കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മ സഹായിക്കണമേ. അമ്മേ മാതാവേ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവരുടെ ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും അമ്മ എടുത്തു മാറ്റണമേ. അതിവേഗം ഓരോ മക്കളും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഭവനം പൂർത്തീകരിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ. അമ്മേ മാതാവേ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം മക്കൾക്ക് അനുയോജ്യമായ തുണയെ ഒരുക്കണമേ. നിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനായി വിളിക്കപ്പെട്ട ഓരോ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും പേരുപേരായ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും വേദനകളും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഇന്നുവരെയും അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ ഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് വെച്ച് ഈശോയുടെ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.